ഹലോ ബോയ്സ്. സത്യം എനിക്കൊരു സുഖം കൂടെ വേണം ബോയ്സ്. ഈയിടെ കാര്യം എന്തായി ബിജി? ഇന്ത്യയുടെ ചേച്ചിയുടെ കൊണ്ടിപ്പോ ഇനൊരു വിജി അപ്പോഴെന്ത് ഞാൻ എത്തിയിട്ട് കുറച്ച് 12 മണിക്ക് വന്നു. ഇനി എന്ത് സുഖമാണ് ഗൈസ് നമുക്ക് വേണ്ടത്? ഇനി ആ ഒരു സുഖം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു പെക്കടിക്കാൻ പോണേ. ഒന്നും തോന്നണ്ട. തലവേദന കൊണ്ട് കുടിച്ചിട്ട് അബ്സൊല്യൂട്ട് അസാമാനം. ഇല്ല, അന്ന് റിയാസ് ദുബായ് കൊണ്ടുവന്നില്ലേ, അന്ന് കൊറോണ മേടിച്ചപ്പോ ഇത് ഒരെണ്ണം അടിക്കുള്ളൂ. പേടിക്കണ്ട, ഇത് ഒരെണ്ണം, ബാക്കി 2 കൊറോണ അടിക്കുള്ളൂ. പിന്നെന്താ കൂതറ അതിൻ്റെ കരിക്കാൻ വരണ്ട. ഞാൻ ആരും തെരുവും വിളിച്ചില്ലല്ലോ. ബാബുക്ക് നോമ്പുണ്ടെങ്കിൽ ബാബുക്ക് ഈ നോമ്പിലും ഈ ലൈവിലും ഒന്നിരിക്കുമോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. ബാബുക്ക നോമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ ലൈവിൽ ഒന്നും ഇങ്ങനെ ഇരിക്കുമോ? വാട്ട് യു മീൻ? അതിന് ആൻസർ താ. നിങ്ങൾക്ക് നോമ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എൻ്റെ ലൈവ് കാണുമോ? ഞാൻ ലൈവ് തുണിയിലാണ്ട് നിന്നാ ഞാൻ ലൈവിൽ നിന്ന് പബ്ലിക്കായിട്ട് കള്ളു കുടിച്ചോ? ലൈവ് പബ്ലിക്കായിട്ട് കള്ളു കുടിക്കുന്നത് കണ്ടോ? ഞാൻ ലൈവിൽ നിന്ന് പബ്ലിക്കായിട്ട് കള്ളൊന്നും കുടിച്ചില്ലല്ലോ. ഞാൻ മാറിയിരുന്നല്ലേ കുടിച്ചത്. ഞാൻ കള്ളു കുടിക്കണത് നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്താ ഒഴിച്ചത് നിങ്ങൾ കണ്ടോ? ലൈവ് നോമ്പുള്ളത് എൻ്റെ ലൈവിൽ വരണ്ട. ഓക്കെ, ഞാൻ എല്ലാ കൊല്ലം നോമ്പിനെ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ കള്ളു കുടിക്കാറുണ്ട്, അത് മാറി കള്ളു കുടിക്കാറുള്ളൂ. ഞാൻ നാട്ടിൽ നിന്ന് വന്നൊരു ലേഡിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ കാണും. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഓർമ്മ ഒഴിച്ചു. ഞാൻ ലൈവിൽ ഇരുന്നല്ല കള്ളു കുടിക്കുന്നത്, മാറി ഇരുന്ന് ഞാൻ കള്ളു കുടിക്കുന്നു, മാറി ഇരുന്ന് ഞാൻ അച്ചാർ കഴിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഞാൻ കള്ളു കുടിച്ചില്ല. നിങ്ങൾ കണ്ട? ഞാൻ സാധനം ഒഴിച്ചത് നിങ്ങൾ കണ്ടീന? കണ്ടാ? അല്ല, ഞാനിപ്പോൾ ഒഴിച്ചത് നിങ്ങൾ കണ്ടാ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാനിപ്പോൾ ഒഴിച്ചത്? കണ്ടാ? ഇല്ല. പിന്നെ എന്തിനാ ചൊറിയാൻ നിൽക്കുന്നേ? ഞാൻ തിന്നത് ഇപ്പം നിങ്ങൾ കണ്ടാ? എന്നെ വട്ടം പിടിക്കാൻ ആരും വരണ്ട. ഇല്ല. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ചൊറിയാൻ നിൽക്കുന്നത്? എന്നെ നന്നാക്ക ഇവിടെ ആരും നോക്കണ്ട. നിങ്ങളാരുമല്ല എനിക്ക് ചിലവിനാകുന്നത്. എൻ്റെ മക്കളെ നോക്കണതും നിങ്ങളല്ല, കേട്ടോ? മല തെറിപ്പിക്കാൻ ആരും വരേണ്ട. നിന്നെ CID പിടിക്കും. ആദ്യം നിന്റെ തള്ളയെ പൊക്കാതെ നോക്ക്. ഹലോ, ഹായ്. ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ഗുണദോഷിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഒരാൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനോ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ലല്ലോ. ചുമ്മാ ഓരോരുത്തരുടെ ലൈവ് വീഡിയോസ് കണ്ട് അതിൽ പോയിട്ട് ബാഡ് കമൻറ്റ് ഇടാനും ചോദിക്കാൻ നന്നായിട്ട് അറിയാം. ആദ്യം പോയി അവനവൻ്റെ ഭാര്യ ഏതവൻ്റെ കൂടെ കിടക്കണമെന്ന് പോയി തപ്പ്, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കാൻ പാ. നിങ്ങളൊക്കെ തക്ക സമയം കേട്ട് പോയി പാവാട പൊക്കി കുത്തി കയറ്റുന്ന ആണുങ്ങളാണ് നിങ്ങൾ കൂടുതലും. ഓക്കെ, കുറ്റം പറയുകയും ചെയ്യും, പാവാട പൊക്കി അടിക്കുകയും ചെയ്യും. ആരും കാണുന്നുണ്ട് പകൽമാന്യന്മാർ. സമയം സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ സത്യം കേളല്ലേ, സമയം സന്ദർഭം നമ്മളെ കൊള്ളില്ലെന്ന് പറയുകയും ചെയ്യും. സമയം സന്ദർഭം കിട്ടുമ്പോൾ പാവാട പൊക്കി അടിക്കുകയും ചെയ്യും. എന്നിട്ട് പകൽമാന്യന്മാർ അയ്യോ ഞാൻ ബിജിച്ചേച്ചിനെ അറിയില്ലേ, ബിജിച്ചേച്ചി അയ്യേന്ന്. വന്ന് കിടക്കുന്നതിനും കുഴപ്പമില്ല, വന്ന് പണിയെടുക്കുന്നതിനും കുഴപ്പമില്ല. 10 വരെ മുന്നിൽ അയ്യേന്ന് പകൽമാന്യന്മാർ. അപ്പം വെള്ളപ്പൊക്കം, അപ്പം കുഴക്കിണർ, അപ്പം പുഴ, അപ്പം അരുവി, അപ്പം കടൽ, അപ്പം കുളം. വരുമ്പോൾ കുളമല്ല, ചെറുത് കുഞ്ഞ് തോണി.
മറ്റുള്ളവരുടെ മുന്നിൽ പകൽമാന്യം വേണ്ടിയിട്ട് കമന്റ് ഇടാം. വരുന്നത് ആരുടെ അടുത്താ? സത്യം കറക്റ്റാണ്. നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവാൻ വഴി. കുറെ പകൽമാന്യന്മാർ അറിയുന്നു. കഴിച്ചു വന്നിട്ട് ഇല്ല മുത്ത് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചല്ലോ. ചേച്ചി എമറേറ്റ്സിനല്ലേ വന്നേ, ഫുഡ് നല്ലത് കിട്ടി, കുഴപ്പമില്ലായിരുന്നു ഫുഡ്. പക്ഷെ എനിക്ക് ഫുഡ് അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയ ഫുഡ് എനിക്കിഷ്ടം. താങ്ക് യു. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? സന്ദർഭ സമയം കിട്ടിക്കഴിഞ്ഞാൽ ബിജി അവർക്ക് ഉയരാ. അപ്പോൾ ബിജിക്ക് ഇതാ. അല്ലാത്തപ്പോൾ കുളമാണ്, പുഴയാണ്, കടലാണ്, കിണറാണ് പോലും. കുത്താൻ നേരത്തെ ഒരു കിണറും ഇല്ല. എന്നെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അല്ല കുറേ പേരെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നതുപോലെ കൊണകൊണ കണക്കാൻ നിൽക്കുന്നു. SP ചേച്ചി ഞാൻ മുഖത്ത് നോക്കി പറയും കേട്ടോ. ഉള്ളത് മുഖത്ത് നോക്കി ഞാൻ പറയും. ഒരാൾ തലയിൽ എന്തെങ്കിലും ഞാൻ വിളിക്കില്ല. എനിക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് മറുപടി പറയും. ഒക്കെ അത്രേ ഉള്ളൂ. അത് മക്കൾ വിളിച്ചു അത് ഇഷ്ടമുള്ളവർ കേട്ട് നമ്മുടെ ലൈവിൽ ഇരുന്നാൽ മാത്രം മതി. ഞങ്ങൾ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര കുഴപ്പമില്ല. ലക്ഷം 4 മെനിയാണ്. ബിജി ഗെയിമുണ്ടോ? ഗെയിം തൂറാൻ മുട്ടുന്നു. അടിപൊളി ഗെയിം. രാത്രിയല്ലേ? പിള്ളേരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ചേച്ചി? പിള്ളേരെ മിസ് ചെയ്യാതിരിക്കുമോ? കാരണം നിങ്ങൾ കാണുന്നില്ല എൻ്റെ മക്കളുടെ സ്നേഹം. എന്നെ ആ മാതിരി സ്നേഹിക്കുന്നതാണ് എൻ്റെ മക്കൾ. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രവാസത്തിന് ശേഷം ഇത്ര നാൾ ഞാൻ നീണ്ടു നിൽക്കുന്നത് നാട്ടിൽ. എനിക്ക് എത്രയും വീട്ടിൽ അവിടെ പോലെ മക്കളെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരുപാട് നിൽക്കുക ചൂട് പിന്നെ സഹിക്കും. പിന്നെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമുക്കിതിലും പൈസ വേണ്ട, നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ? കാശ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിൽക്കാം. ഏറ്റവും ചെറുത് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ബീച്ച് ഫ്ലൈറ്റ് നിന്നും അടിച്ചിനോ? 3 2 ടൈഗർ ബീറും ഒരു സിർനോഫും. കൈയുടെ ഉള്ള എന്താ ചോദിച്ചത്? അത് ഇന്നലെ അമ്മച്ചിക്ക് ഹെന്ന അടിച്ചു കൊടുത്തത്, മുടി കളർ അടിച്ചു കൊടുത്തത്. കാശ് നീളമുള്ള സാധനം. എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ 10-20 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കടം മേടിച്ചിട്ട് അവിടെ നിന്നത്. ആ കടം ഇനി ഇവിടെ ഒന്ന് കൊടുക്കണം. മനസ്സിലായോ? ഞാൻ കടം മേടിച്ചിട്ട് അതേ ആശുപത്രിക്ക് അറിയാം. എൻ്റെ കയ്യിലെ കാശ് കൊണ്ടല്ല ഞാൻ അവിടെ നിന്നത്. ഞാൻ വേറെ ഒരാളെ കടം മേടിച്ചിട്ടാണ് ഞാൻ ഇത്ര ദിവസം പിടിച്ചത്. ഇനി ആ കടമാണ് ഞാൻ തീർക്കേണ്ടത്. ഇനി ആ കടം തീർത്തിട്ട് വേണം. ആ കടം 2 ലക്ഷം രൂപയുണ്ട്. ഞാൻ വേറൊരു വ്യക്തിയായിരുന്നു 2 ലക്ഷം രൂപ അമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇടിയിച്ചിട്ടാണ് ഞാൻ 20 ദിവസം അവിടെ പിടിച്ചിരുന്നത്. ആ 2 ലക്ഷം രൂപ ഇനി ഞാൻ കൊടുക്കണം. അതിപ്പോൾ ഞാൻ 2 ആഴ്ച കൊണ്ട് തീർക്കും. 2 ആഴ്ചയല്ല, നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ തീർക്കും. അത് കഴിഞ്ഞാൽ എനിക്കതിൽ മെച്ചം പിടിക്കാൻ പറ്റും. പിന്നെ സ്വസ്ഥതയും.